ആര് ചോദിച്ചാലും പറഞ്ഞേക്കണം ബാലചന്ദ്രൻ മേനോൻ്റെ മകളാണ് നീ എന്ന് പറയാണ് ബാലചന്ദ്രൻ അലീനയോട്. അത് കേട്ടിട്ട് അലീന സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ആരാണെന്ന് പറയണം എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ മേനോൻ്റെ മോള് എന്ന് പറയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ അത്രയും പറഞ്ഞപ്പോൾ. എന്നിട്ട് പിന്നെ അവിടെ ബെഡിൽ ചെന്നിരുന്നിട്ട് പറയുന്നുണ്ട് ശരി പൊക്കോ എന്ന് പറയണം. അങ്ങനെ അലീന പോവാൻ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ മരുന്ന്, എൻ്റെ ഭക്ഷണം, എൻ്റെ ഡിസിപ്ലിൻ എല്ലാം ഇനി നീയാണ് നോക്കേണ്ടത് എന്ന് പറയണം. അപ്പോൾ തലയട്ടിക്കൊണ്ട് അലീന പോകുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് യുദ്ധത്തിന് വരും പലരും, എൻ്റെ കൂടെ നിന്നേക്കണം എന്ന് പറയാണ്. അപ്പോൾ ഒരു ഉറച്ച തീരുമാനം ആക്കുന്നത് പോലെ അലീന തലയട്ടിക്കൊണ്ട് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൊക്കോ എന്ന് പറയണം. അങ്ങനെ അലീന അവിടെ നിന്ന് പോവാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അലീന ഇറങ്ങി ചെല്ലുന്നത് നോക്കിയിട്ട് കൃഷ്ണയും ബബിതയും രോഹിത്തും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അതുപോലെ വൈജയന്തി ഉണ്ട് കേട്ടോ. അങ്ങനെ അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നിക്കടി അവിടെ എന്ന് പറയണം. അപ്പോൾ അലീന അവിടെ നിൽക്കുമ്പോൾ നിന്നെ എന്തിനാണ് ബാലചന്ദ്രൻ മുകളിലേക്ക് വിളിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയണ്ട. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം, മരുന്ന്, കെയറിങ് ഒക്കെ എന്ന് പറയണം. അപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞു വെച്ചപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല. വേറെ ആരും അങ്ങോട്ടേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയണം. നീ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് ബാലചന്ദ്രനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അതും പറഞ്ഞു എന്ന് പറയണം. എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പോകരുതെന്ന് പറഞ്ഞു, പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം ഇതാണെന്ന് പറഞ്ഞു എന്ന് പറയാണ് അലീന. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? നീയും പോകണ്ടെന്നാണോ പറഞ്ഞത്? അല്ല, ഞാൻ പോകണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ എന്നോട് പോവരുത് എന്നാണ് പറഞ്ഞത് എന്ന് അലീന പറയുമ്പോൾ എന്നാൽ ഞാൻ പറയുന്നു നിൻ്റെ സേവനം ഇവിടെ ആവശ്യമില്ല, നാളെ തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളണം എന്ന് പറയാണ് വൈജയന്തി. അത് പറയാൻ നീ ആരടി എന്ന് ചോദിക്കുകയാണ് മുകളിൽ നിന്ന് ബാലചന്ദ്രൻ. ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങനെ പറയുന്ന സമയത്ത് വൈജയന്തി മക്കളും ഒക്കെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയെ ഞാനാണ് കൂട്ടിക്കൊണ്ടുവന്നത്, അവൾക്ക് ഞാനാണ് ശമ്പളം കൊടുക്കുന്നത്, അവൾ ഇവിടെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഞാനാണ് എന്ന് പറയാണ്. ആരും കയറി ഓവർ സ്മാർട്ട് ആകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഇവിടെ എനിക്കൊരു വീട്ടുജോലിക്കാരി വേണ്ട എന്ന് പറയാണ്. അലീന അതിന് ഇനി വീട്ടുജോലിക്കാരി അല്ല, ഇവിടെ വീട്ടുജോലിയിൽ നിന്ന് അവൾക്ക് പ്രൊമോഷൻ കൊടുത്തേക്കാണ്, വീട്ടുജോലിക്കാരി വേണോ വേണ്ടോ എന്നൊക്കെ നിൻ്റെ തീരുമാനമാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, ഇവിടെ വീട്ടുജോലിക്കാരി വേണ്ട എന്ന് തന്നെ പറയണം. അപ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത് വീട്ടുജോലിക്കാരി വേണോ വേണ്ടയോ അതൊക്കെ എൻ്റെ കാര്യമല്ല, അലീന ഇനി വീട്ടുജോലി ചെയ്യുന്നില്ല, അലീനയ്ക്ക് ഞാൻ പ്രൊമോഷൻ കൊടുത്തേക്കാണ്. അലീനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇനി നീ ഈ വീട്ടിലെ ഹോം നേഴ്സിൻ്റെ പണി മാത്രം എടുത്താൽ മതി, എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, വേറെ ഒരു ജോലിയും ചെയ്യണ്ട എന്ന് തന്നെ അലീനയോട് പറയണം, കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അലീനയെ ശത്രുവായി കാണുന്നവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് എന്ന് പറയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട് അലീനയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾക്ക് 50,000 രൂപ സാലറി കൊടുത്ത് ഞാൻ എൻ്റെ ജ്വല്ലറിയുടെ മാനേജറാക്കും അവളെ എന്ന് പറയാണ്. അത് കേട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് വൈജയന്തി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രോഹിത്തിന് ഒരു പുച്ഛച്ചിരി വരുന്നുണ്ട്, തലയാട്ടിക്കൊണ്ട് ചിരിക്കുകയാണ് രോഹിത്ത്. ഇതൊരു നടക്കൊന്നും തീരില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു ചിന്തയിൽ ഇങ്ങനെ ചിരിക്കുകയാണ്. കൃഷ്ണയും പബിതയൊക്കെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ അലീനയെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അലീനയോട് പറയാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ പറയണം എൻ്റെ മുന്നിൽ വെച്ച് എന്ന് പറയണം. ആ സമയത്ത് വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആർക്കും ഒന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് റൂമിലേക്ക് തന്നെ പോവുകയാണ്. വൈജയന്തി ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ചിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും മനുവും കൂടി സംസാരിക്കുന്നതാണ്. മുത്തശ്ശി പറയുന്നുണ്ട് ബാലചന്ദ്രൻ വന്നാൽ ഉടനെ പോകാൻ നിൽക്കുകയാണ്, ഞാനും കൃഷ്ണമോളൊക്കെ അവളോട് ഒരുപാട് പറഞ്ഞു നോക്കിയതേ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അലീന പാക്ക് ചെയ്ത് വെച്ച ബാഗൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ വന്നാൽ ഉടനെ പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് അവൾ എന്ന് പറയണം. ഞാൻ അലീനയോട് സംസാരിക്കാൻ മുത്തശ്ശി, പക്ഷേ ആൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പോയല്ലേ പറ്റൂ, ആൻറ്റീനെ ധിക്കരിച്ചിനിയൊന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മനു. ആ സമയത്താണ് അലീന അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. അലീന റൂമിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കരയാട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അലീന എന്ന് ചോദിക്കുമ്പോൾ പറയാണ് സാർ എന്നോട് ഇവിടെ നിന്ന് പോവരുതെന്ന് പറഞ്ഞു, ഇനി ഈ വീട്ടിലെ ജോലികളൊന്നും ചെയ്യേണ്ട, സാറിൻ്റെയും മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ എന്ന് പറയണേ. അതെല്ലാം മനുവേട്ട അത് എനിക്കറിയാം, മാഡത്തോടുള്ള വാശി കൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്, എന്താണെങ്കിലും നീ പോകുന്ന കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതും ഞാൻ പറഞ്ഞു മനുവേട്ട, പക്ഷേ സാർ എന്നോട് പറയാണ് ഞാൻ പറഞ്ഞു മാഡത്തിന് ഇഷ്ടമില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം നീ ഇവിടെ നിൽക്കുന്നതാണ്, എൻ്റെ ഇഷ്ടം നടക്കണോ മാഡത്തിൻ്റെ ഇഷ്ടം നടക്കണോ എന്ന് ചോദിച്ചു എന്നോട് എന്നൊക്കെ പറയാണ് അലീന.
മാഡത്തിൻ്റെ ഇഷ്ടമാണ് നടക്കുന്നതെങ്കിൽ, അതായത് അലീന ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ സാറും ഈ വീട് വിട്ടിറങ്ങും എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു അങ്കിൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കണം. പിന്നെ അത് മാത്രമല്ല, സാറിനെ എന്നെ എതിർക്കുന്നവരാണെങ്കിൽ എനിക്ക് ജോലിയിൽ നിന്ന് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടിയല്ലോ, അതായത് മുത്തശ്ശിയുടെ സാറിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതിലൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇപ്പോൾ ബാൽക്കണിയിൽ നിന്നിട്ട് വന്ന് പറഞ്ഞു എന്നെ എതിർക്കുന്നവർ, എന്നെ വെല്ലുവിളിക്കുന്നവർ ഒക്കെ ആണെങ്കിൽ ഈ താല്പര്യമില്ലാത്തവർ വീട് വിട്ട് പൊക്കോളണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യും മനുവേട്ട എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ വലിയ പുലിവാലായല്ലോ എന്ന് പറയണം മനു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ ബാലചന്ദ്രൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ മാഡത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കണോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ അതും ശരിയാണല്ലോ, ഇതിപ്പോൾ ആകെ പുലിവാലായി, ഈ ആൻറ്റിക്ക് ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ എന്താ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് മനു. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അവളുണ്ടല്ലോ നീറിൻ്റെ മാതിരിയാണ്, കടിച്ച് ചാകും എന്നിങ്ങനെ പറയണം മുത്തശ്ശി വൈജയെക്കുറിച്ചിട്ട്. മുത്തശ്ശി ഈ കുടുംബം നശിച്ചു പോകും, പിള്ളേരിതൊക്കെ കണ്ടല്ലേ വളരുന്നത് എന്ന് പറയാണ് മനു. ബാലചന്ദ്രൻ നിന്നോട് പോവണ്ട എന്ന് പറഞ്ഞെങ്കിൽ നീ പോവണ്ട മോളെ എന്ന് തന്നെ പറയാണ് അലീനയോട് മുത്തശ്ശി കേട്ടോ. നീ അവൻ്റെ അസുഖം മാറ്റാനായിട്ട് നോക്കിയാൽ മതി, അതായത് ബാലചന്ദ്രനെ കെയർ ചെയ്താൽ മതി, നീ മറ്റുള്ളതൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു രീതിക്കൊന്നും ഒതുങ്ങൂല എന്നിങ്ങനെ മനു പറയണം. ആ സമയത്ത് അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട് മനുവേട്ടൻ ഒന്ന് സംസാരിക്കുമോ രണ്ടുപേരോടും, ഇത് രണ്ടുപേരും ഇപ്പോൾ വാശിപ്പുറത്തതിൻ്റെ ഇടയിൽ കിടന്ന് ഇടങ്ങേറാവുന്നത് ബുദ്ധിമുട്ടുന്നത് ഞാനുമാണ് എന്ന് പറയുമ്പോൾ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അലീന, അങ്കിൾ എന്തൊക്കെയോ തീരുമാനിച്ചതാണ്, അങ്കിൾ മുകളിലെ റൂമിലേക്ക് മാറിയപ്പോഴേ എനിക്ക് തോന്നിയതാണ് അങ്കിളിന് ആൻറ്റിയുടെ കൂടെ കഴിയാൻ താല്പര്യമില്ല, ആൻറ്റിയെ ഒഴിവാക്കണം. അത് ആൻറ്റിക്കും മനസ്സിലായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരുപാട് ഒഴിവാക്കലുകൾ ഉണ്ടായതാണ്, കാരണം ആൻറ്റിയെ അടുപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയണം. അങ്കിളിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്, അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഈ കാണിക്കുന്നത് എന്ന് മനു പറയുമ്പോൾ അതെന്തായിരിക്കും മനുവേട്ട എന്ന് ചോദിക്കുകയാണ്. എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, എന്താണെങ്കിലും അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആൻറ്റിക്ക് ഒന്ന് കുറച്ച് നാൾ ക്ഷമിക്കാമല്ലോ, ഈ അങ്കിൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, ആൻറ്റി കുറച്ച് നാളൊന്ന് ക്ഷമിച്ച് ഒതുങ്ങി നടക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊക്കെ സോൾവ് ആകും. പക്ഷേ ആൻറ്റിയും അതിന് കൂട്ടാക്കില്ല എന്ന് പറയാണ് മനു. എന്നിട്ട് മനു മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ കൂട്ടിയാലൊന്നും ഇത് കൂടത്തില്ല, ഞാൻ കൂട്ടിയാൽ കൂടത്തില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഞാനിനിപ്പോൾ എന്ത് ചെയ്യും മനുവേട്ടാ, ഞാനൊരു കാര്യം ചെയ്താലോ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ നീ പോയി കഴിഞ്ഞാൽ അങ്കിൾ പറഞ്ഞതുപോലെ അങ്കിൾ ചെയ്യും, അങ്കിളും വീട് വിട്ടിറങ്ങും, നീ പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയണം. അപ്പോൾ മാഡം എങ്ങാനും വീട് വിട്ട് പോയാലോ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എടി അവൾ പോയി എവിടെ വരെ പോകും, കൊല്ലപ്പള്ളി വരെ പോകും, 4 ദിവസം കഴിഞ്ഞാൽ കമല അവളെ അവിടെ നിന്ന് ഓടി എന്ന് പറയാണ്. പിന്നീട് മനു അലീനയോട് പറയുന്നുണ്ട് അലീന നീ എന്താണെങ്കിലും കുറച്ച് ക്ഷമിക്കും, ഞാൻ വീട്ടിൽ പോയിട്ടേ കൊല്ലപ്പള്ളിയിൽ ഇപ്പോൾ വല്യച്ഛനും വല്യമ്മയൊക്കെ ഉണ്ടല്ലോ, ഞാൻ അവരോട് കൂടി ഒന്ന് സംസാരിച്ചിട്ട് ഇതിനൊരു തീരുമാനമാക്കാം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അവർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഞാൻ തന്നെ ഇവിടെ നിന്ന് മുത്തശ്ശിയെ നോക്കണമെന്നാണ് അവർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും നീ ഒരു ദിവസം കൂടി ക്ഷമിക്കും മോളെ, അവരും കൂടി വരട്ടെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് പെട്ടുപോയല്ലോ അലീന അല്ലേ എന്ന് ചോദിക്കുകയാണ് മനു ആ സമയത്ത്. എന്നിട്ട് പറയുന്നുണ്ട് വിഷമിക്കേണ്ട, ഒക്കെ ശരിയായിക്കോളും, ആരും പിടിച്ച് തടവിലൊന്നും ഇട്ടിട്ടില്ലല്ലോ, വേണമെന്ന് വെച്ചാൽ പോവാൻ, വേണ്ടെന്ന് വെച്ചാൽ നിൽക്കാം, വേണമെന്നോ വേണ്ടെന്നോ വെക്കാം, അതൊക്കെ നോക്കാം, നമുക്ക് സമയമുണ്ടല്ലോ നോക്കാം, ഒരു ദിവസം കൂടി താൻ ക്ഷമിക്കുക എന്നൊക്കെ മനു ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് അലീനയോട്. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് എന്തൊക്കെയോ ബാഗിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൃഷ്ണയും പവിതയും ബാഗ് എടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നത്, അമ്മയ്ക്ക് എന്തേ തീരെ ബോധമില്ല, ഇന്ന് ട്യൂഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പവിതയ്ക്ക് എന്ത് ട്യൂഷൻ എന്ന് ചോദിക്കുകയാണ്. ഞാൻ 2 ദിവസം ക്ലാസ് പോയില്ലല്ലോ അമ്മ, എനിക്ക് കുറച്ച് നോട്ട് കോപ്പി ചെയ്യാനുണ്ട്, ഇവളുടെ ട്യൂഷൻ ടീച്ചറുടെ വീടിൻ്റെ അടുത്താണ് ആ കുട്ടിയുടെ വീട്, ആരുടെ വീട്, എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ വീട്, അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 പേരും കൂടി പോവുകയാണ്. ആ സമയത്ത് കൃഷ്ണ വൈജയോട് പറയുന്നുണ്ട് ദയവ് ചെയ്ത് അമ്മ അച്ഛനോട് ഗുസ്തി പിടിക്കാൻ പോവല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് വാ എന്ന് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് പറയാണ് വൈജ. ആ സമയത്ത് പുറത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കണം മനു. എടാ ഞാൻ ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല, ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കൃഷ്ണയും പവിതയും പുറത്തേക്ക് ഇറങ്ങുന്നത്. മനുവേട്ട ഞങ്ങൾ പോവാമെന്നും പറഞ്ഞിട്ട് മനുവേട്ടനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ വൈജയും വരികയാണ് മനു എന്ന് വിളിച്ചോട്ട്. അപ്പം മനു ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീയല്ലേ അലീനയെ കൂട്ടിക്കൊണ്ടുവന്നത്, അച്ഛൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നീ തന്നെ വിളിച്ചോണ്ട് പോക്കോ, ഇനി അവളുടെ ഇവിടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആൻറ്റിക്ക് ആവശ്യമില്ലായിരിക്കും, പക്ഷേ അങ്കിൾ പറഞ്ഞല്ലോ ഇവിടെ വേണമെന്ന് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. ആൻറ്റി പിന്നെയും പ്രശ്നം വഷളാക്കണോ, ഇനി എന്ത് വഷളാവാനാണ് ഇവിടെ, അല്ലെങ്കിൽ മൊത്തം ഇതായി കിടക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്കിളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അതൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അങ്കിളല്ലേ തീരുമാനിച്ചേക്കുന്നത് അലീന ഇവിടെ വേണമെന്നുള്ളത് എന്ന് പറയണം. അതൊന്നും നീ നോക്കണ്ട, നീ കൂട്ടിക്കൊണ്ട് പോക്കോ, കൊല്ലപ്പള്ളിക്ക് എങ്ങോട്ട് വേണമെന്ന് വെച്ചാൽ കൊണ്ടുപോക്കോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പറഞ്ഞ് അകത്തേക്ക് പിന്നെ തിരിച്ചു പോവുകയാണ് വൈജയന്തി.
ആ സമയത്ത് വൈജയന്തി പോയ വഴിയെ നോക്കിക്കൊണ്ട് മനു പറയുന്നുണ്ട്, അംഗം കുറിച്ചു കഴിഞ്ഞു, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ആരെയോ ഫോൺ എടുത്ത് കോൾ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രോഹിത്താണെങ്കിൽ അവിടെ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് വൈജ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അമ്മേ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അതെന്താടാ എന്ന് ചോദിക്കുമ്പം അച്ഛനിപ്പോൾ അപ്സ്റ്റേഴ്സിലല്ലേ, അതിനെന്താ, അച്ഛൻ നിൻ്റെ റൂമിലല്ലല്ലോ, അച്ഛൻ വേറെ റൂമിലല്ലേ, ഇനിയിപ്പോൾ അച്ഛൻ്റെ മുന്നിലൂടെ വേണ്ടേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, എൻ്റെ പ്രൈവസി പോയില്ലേ എന്ന് പറയണേ. നീ ചെന്ന് അച്ഛനോട് പറ. അതല്ല അമ്മേ, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അച്ഛൻ്റെ മുന്നിലൂടെ വേണ്ടേ, അച്ഛൻ്റെ നോട്ടപ്പുള്ളിയായിട്ട് വേണ്ടേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ എന്ന് പറയാണ് രോഹിത്. ആ സമയത്താണ് മനു അകത്തേക്ക് കയറി വരുന്നത്. നീ പോയില്ലേ മനു എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാറിൻ്റെ കീ മറന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് മനു. എന്നിട്ട് ഡോറിൽ മുട്ടിയിട്ട് അലീന അലീന എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ മനുവായിട്ട് വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അലീന പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കാറിൻ്റെ കീ ആ റൂമിലുണ്ടാവും, ഒന്ന് എടുത്തു തരുമെന്ന് പറയണം. ആ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അലീന അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് മനു വൈജയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നത്തിനൊന്നും ഒരു വകുപ്പില്ല. ആൻറ്റി ഒരു കാര്യം ചെയ്താൽ മതി. അങ്കിൾ ഇപ്പോൾ സമാധാനമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടല്ലേ മുകളിലേക്ക് പോയത്, അങ്കിൾ അവിടെ കിടന്നോട്ടെ, ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ, ഓ സമ്മതിച്ചു എന്ന് താണു വണങ്ങി പറയുന്നത് പോലെ ഒരു പരിഹാസത്തിൽ പറയണം വൈജ. അപ്പോൾ സമ്മതിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല, അത് ആൻറ്റി കണ്ടറിഞ്ഞ് ചെയ്താൽ മതി എന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, അലീന ഇവിടെ നിന്ന് അലീനയെ ഞാൻ പിരിച്ചു വിട്ടതാണ്, അവൾ മാത്രം ഇനി അവൻ്റെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അത് ഞാൻ സമ്മതിച്ച് കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ്. അത് എന്ത് കാര്യങ്ങൾ ആൻറ്റി, ഭക്ഷണവും മരുന്നും കെയറിങ്ങും ഒക്കെ ഇല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അവളെ ഞാൻ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടതാ എന്നിങ്ങനെ പറയുന്ന സമയത്ത് അലീന ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ പോവാനായിട്ട് റെഡി ആയതും കൂടിയാണ് എന്നിങ്ങനെ പറയണം. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. കാറിൻ്റെ കീ കൊടുത്തിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചതാണ് മനുവേട്ട, അതിൻ്റെ കാരണക്കാരി മാഡം തന്നെയാണ്. ഞാൻ നിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് വൈജ. ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ കേൾക്കുന്നതാണ്, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നീ ഇവിടെ നിന്ന് പോകണം എന്നുള്ള കാര്യം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോവാൻ തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്കിള് നിന്നോട് പറഞ്ഞല്ലോ പോവണ്ടെന്ന്, അതുകൊണ്ട് ഇനി നീ പോവണ്ട, നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, അവൾ ഇവിടെ നിന്ന് പോവുന്നെ വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് വൈജ. ആ സമയത്ത് മനു പറയുന്നുണ്ട്, ആൻറ്റി പ്രശ്നം വഷളാക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ അങ്കിളിന് സമാധാനം സന്തോഷമാണ് വേണ്ടത്, അങ്കിളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് എന്ന് പറയാണ് മനു. എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിള് പറയുന്നതാണോ ആൻറ്റി പറയുന്നതാണോ അവൾ അനുസരിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ശമ്പളം തരുന്നത് ബാലചന്ദ്രൻ സാറാണ്, അപ്പോൾ ഞാൻ അതാണ് അനുസരിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ നിൻ്റെ കിമ്പളം ഞാൻ നാളെ നിർത്തിയേക്കാം, നാളെ ആവട്ടെ എന്ന് പറയാണ് വൈജ. ആൻറ്റി അങ്കിളുടെ മുന്നിൽ വെറുതെ വാശി കാണിച്ച് നിൽക്കണ്ട, നല്ല വാശിയിൽ തന്നെയാണ് അങ്കിൾ നിൽക്കുന്നത്, ആൻറ്റിയുടെ മുന്നിൽ തോറ്റ് തരത്തില്ല. ഒരു ഹാർട്ട് പേഷ്യൻറ്റിനോടാണ് ആൻറ്റി മത്സരിക്കാൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് മുഴുവൻ എല്ലാവരും അങ്കിളിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, ആൻറ്റി തോറ്റു പോകത്തേ ഉള്ളൂ, അതുകൊണ്ട് ആൻറ്റി വല്ലാണ്ട് ഒച്ചപ്പാടും ബഹളമായിട്ട് നിൽക്കേണ്ട, ആൻറ്റി നാണം കെട്ട് പോകത്തേ ഉള്ളൂ എന്ന് പറയാണ് മനു. നമുക്ക് നോക്കാം മനു, നാളെ ഇന്ന് നേരം വെളുത്തോട്ടെ എന്ന് പറയാണ് വൈജ. ആ സമയത്ത് മനു അലീനയോട് പറയുന്നുണ്ട്, അലീന നീ എങ്ങും പോകണ്ട, ബാലചന്ദ്രൻ സാറ് പറയുന്ന അന്ന് മാത്രം നീ പോയാൽ മതി, അതുവരെ നീ പോകേണ്ട കാര്യമില്ല, നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ മനുവിൻ്റെ നേരെ തിരിയാണ് വൈജ. മനു, നീ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കെതിരെയാണ് സംസാരിക്കുന്നത്, അത് ഓർമ്മ വേണം എന്ന് പറയുമ്പം ആൻറ്റി എന്നെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് മനു. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് പോ ആൻറ്റി എന്നെ ഇവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കണം, ഒന്ന് പോ ആൻറ്റി, ഞാൻ ആൻറ്റി ഗെറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ കൂടുതൽ അകത്തേക്ക് കയറി വരും, അമ്മാതിരി ഭീഷണിയൊന്നും അതൊന്നും എൻ്റെ അടുത്ത് ചിലവാകത്തില്ല എന്ന് പറയണം. എന്നിട്ട് അലീനയോട് പറയുന്നത്, ആൻറ്റി പറയുന്ന ഒന്നും നീ കേൾക്കാൻ നിൽക്കണ്ട, ഒന്നും അനുസരിക്കേണ്ട, അത് ആൻറ്റി ഒരു ഇൻഡീസെൻറ്റ് പ്ലേ കളിക്കുകയാണ്, അത് കാര്യമാക്കാൻ നിൽക്കണ്ട, നീ ഇവിടെ തന്നെ വേണം എന്ന് പറയണം. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട, ആൻറ്റി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്കിത് എവിടെ വരെ പോകുന്നു നോക്കാം, അങ്കിളിൽ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി എന്ന് പറയണം മനു. ഞാൻ പോവാണ്, എനിക്ക് എറണാകുളത്തേക്ക് പോകണം നാളെ, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് മനു പോകണം. അപ്പോൾ അലീന വേഗം റൂമിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ മുത്തശ്ശീനെ. പിന്നീട് മനു വൈജയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ആൻറ്റി പോവുകയാണ്, ഇനിയെങ്കിലും മര്യാദക്ക് ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കാൻ നോക്ക് എന്നിങ്ങനെ പറയണം മനു. ആ സമയത്ത് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. എന്നെ ഉപദേശിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല മനു എന്ന് പറയുമ്പം ശരി കാണാം എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോവാണ്. എടാ എന്ന് വിളിച്ചുകൊണ്ട് മനുവിൻ്റെ പുറകെ പോവുകയാണ് വൈജേട്ടോ. പക്ഷേ പിന്നീട് പകുതിക്ക് നിർത്തുകയാണ്. പിന്നെ മനു പോകുന്നുണ്ട്. അതിനുശേഷം അലീന കയറിപ്പോയി മുത്തശ്ശിയുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന വൈജയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.